ഈ തൊട്ടടുത്ത് അങ്കമാലിയിൽ ഒരു സ്ത്രീ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞായതുകൊണ്ട് അവളുടെ ഭർത്താവ് അവളെ മാനസികമായും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മോഡേൺ യുഗത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ അവളുടെ കാരണം കൊണ്ടല്ലാതെ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് പെൺകുട്ടി ആയതുകൊണ്ട് അവളുടെ ഭർത്താവ് അവളെ പീഡിപ്പിക്കുന്നു. ശരിക്കും പുരുഷന്റെ ബീജമാണ് ഒരു സ്ത്രീയിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. സ്ത്രീയിലല്ല, പുരുഷനിലാണ് XY ക്രോമസോം ഉള്ളത്. അച്ഛൻ ആരാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് വെക്കണം. ഒരു സ്ത്രീനെ അവർക്ക് ആദ്യ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ അവരെ ഉപദ്രവിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ശരിക്കും XY ക്രോമസോം വഹിക്കുന്ന ആ പുരുഷനെ അല്ലേ സ്ത്രീ ഉപദ്രവിക്കേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പെൺകുഞ്ഞ് ജനിച്ചതിന് ശരിക്കും അവളുടെ ഭർത്താവല്ലേ കാരണക്കാരൻ. ഇപ്പോൾ നഴ്സറിയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് അടക്കം അറിയാം, ഒരു സ്ത്രീയിൽ XX ക്രോമസോം മാത്രമേ ഉള്ളൂ, ഒരു പുരുഷനിലാണ് XY ക്രോമസോം ഉള്ളത്. ഒരു പുരുഷന്റെ ബീജമാണ്, സ്പേംസ് ആണ് തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കുന്നത് എന്നുള്ള കാര്യം. എന്തൊരു അതിശയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും പുരുഷൻ വളർന്നിട്ടില്ലേ? എന്താണ് പുരുഷന്മാർ തീരെ വളരാത്തത് മാനസികമായിട്ട്? അവർക്കൊന്ന് വളർന്നുകൂടെ? അവർക്കൊന്ന് അറിവ് വെച്ചുകൂടെ? അവർക്ക് തീരെ അറിവ് വെക്കാനുള്ള സമയമായിട്ടില്ലേ ഇതുവരെ?